നഗരത്തെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായ ദാരുണ സംഭവത്തിൽ കൊച്ചി കോന്തുരുത്തിയിലെ ഒരു വീടിന് മുമ്പിൽ ചാക്കൽ കെട്ടിയ നിലയിൽ അർദ്ധനഗ്നയായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. സംഭവം നടക്കുമ്പോൾ മദ്യലഹരിയിൽ മൃതദേഹത്തിന് സമീപം മതിൽ ചാരിയിരുന്ന ജോർജ് എന്ന വീട്ടുടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാവിലെ 6:30യോടെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറത്തറിയുന്നത്. കോന്തുരുത്തിയിലെ ജോർജ് എന്നയാളുടെ വാടക വീട്ടിലാണ് ദുരൂഹത നിറഞ്ഞ ഈ സംഭവം അരങ്ങേറിയത്. രാവിലെ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ആദ്യം മൃതദേഹം കണ്ടത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വെളിപ്പെടുത്തൽ പ്രകാരം മൃതദേഹത്തിന്റെ തല മുഴുവൻ അരവരെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മൂടിയ നിലയിലായിരുന്നു. അരയ്ക്ക് താഴെയുള്ള ഭാഗം നഗ്നമായ നിലയിലുമായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. ഉടൻ തന്നെ അവർ വാർഡ് കൗൺസിലറെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. മൃതദേഹത്തിന് സമീപത്തായി തലയിൽ കൈവച്ച് കടുത്ത മദ്യലഹരിയിൽ മതിലിനോട് ചാരിയിരിക്കുന്ന ജോർജിനെയാണ് സ്ഥലത്തെത്തിയവർ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അതിരാവിലെ ജോർജ് സമീപവാസികളുടെ വീട്ടുകളിൽ ചാക്ക് അന്വേഷിച്ച് നടന്നിരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ ഒരു പട്ടി ചത്തുകിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ ചാക്ക് തിരിഞ്ഞത്. മദ്യലഹരിയിൽ ആയിരുന്നതിനാൽ ആരും ചാക്ക് നൽകിയില്ല. തുടർന്ന് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഇയാൾ ചാക്ക് വാങ്ങിയതെന്നും സമീപവാസികൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയെങ്കിലും മരിച്ച സ്ത്രീയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പോലീസ് മരിച്ച സ്ത്രീയുടെ ചിത്രം അയൽവാസികളെയും പരിസരവാസികളെയും കാണിച്ചെങ്കിലും ആർക്കും സ്ത്രീയെ തിരിച്ചറിയാൻ സാധിച്ചില്ല. സ്ത്രീയെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രാഥമിക നിഗമനത്തിൽ മരിച്ച സ്ത്രീ മലയാളിയല്ലെന്ന് പോലീസ് കരുതുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമുള്ള പ്രദേശമായതിനാൽ ആ വഴിക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജോർജിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചും പോലീസ് വിവരങ്ങൾ തേടുന്നുണ്ട്. ജോർജ് ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. മകൻ വിദേശത്തും മകൾ പാലായിലുമാണ് താമസിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ഭാര്യ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും സമീപവാസികൾ പറഞ്ഞു. ഇയാളുടെ വ്യക്തി ജീവിതത്തിലെ മറ്റു വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.